ഹലോ, അപ്പോൾ ഇന്ന് പെരയിൽ ചിക്കനും നെയ്ച്ചോറും കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കൊടുന്ന് നോക്കുമ്പോൾ വലിയ കഷ്ണങ്ങളായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കണം. അപ്പോഴേക്ക് നെയ്ച്ചോറിലേക്കുള്ള ഉള്ളി വഴറ്റിയാണ് കേട്ടോ. അപ്പോൾ ഉള്ളി വഴറ്റുന്നതിലേക്ക് തന്നെയാണ് നമ്മൾ ചുവറ്റുമരുന്നുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക അങ്ങനത്തെ ചുവറ്റുമരുന്നുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി തിളച്ച വെള്ളത്തിലേക്കാണ് കേട്ടോ നമ്മൾ ഉള്ളി വഴറ്റിയ എണ്ണയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് റൈസ് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തുടർച്ചയായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോരോ സാധനങ്ങൾക്കൊരു പൂതിയാണ് അല്ലേ. അതേപോലെ തന്നെ വിശപ്പും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ അതുപോലെ കുറച്ച് വലിയ ഉള്ളിയും കൂടെ മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നെയ്ച്ചോറിൻ്റെ മുകളിലൂടെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ചോറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മൾ ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനൊന്ന് ഇട്ട് കൊടുക്കാം. ചിക്കനും മസാല ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ നെയ്ച്ചോറൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ചിക്കനും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കുറച്ച് കറിയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നെയ്ച്ചോറൊക്കെ ആകുമ്പോൾ കുറച്ച് കറി വേണമല്ലോ, അപ്പോൾ ആ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ചോറ് തിന്നാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.